ടീമേ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് യൂറോപ്പ് ട്രിപ്പിൻ്റെ ഡേ 1 പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഗഡൻസ്ക്ക് എങ്ങനെ എത്താം, ഏത് ടിക്കറ്റ് എടുക്കണം, എങ്ങനെ റിസർവ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റേനെ പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല. ഇതാണ് ഞാൻ ഗഡൻസ്കിൽ എടുത്ത സ്റ്റേ. ഞാൻ ആകെ 15 to 20 യൂറോയാണ് ഈ സ്റ്റേക്ക് വേണ്ടി ആകെ സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെ ബുക്ക് ചെയ്യും, ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇത് കണ്ടുപിടിക്കുന്ന ഹോസ്റ്റൽ നല്ലതായിരിക്കും എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് സിമ്പിളായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ മേജർ സിറ്റീസിലും ഹോസ്റ്റൽ വേൾഡിന് ഹോസ്റ്റൽസ് ഉണ്ട്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിംഗ് നോക്കിയിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട്. ഓരോ സിറ്റീസിലും ഓരോ ഹോസ്റ്റൽസിലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അത് ഞാൻ അപ്കമിങ് വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. പിന്നെ പെട്ടെന്ന് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ ആരെങ്കിലും ട്രാവലിങ്ങിലാണ് അങ്ങനെയുള്ളവർ എനിക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അധികം വെറിപ്പിക്കാണ്ട് നമ്മുടെ വീഡിയോയിൽ പോവാം. ഞാനിവിടുത്തെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ട്രിപ്പ് ഇതാണ്. കൂരിട്ടത്ത് നല്ല മണിക്കാത്തൊരു കാറിൻ്റെ അകത്ത് ഈ കഴുതനെ പിടിച്ചിരുത്തിയേക്കാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് നൈസായിട്ടൊരു ചിൽഡ് ബിയർ വാങ്ങിച്ച് അവിടെ വന്നിരുന്നു. ഒരു ബിയറൊക്കെ സിപ്പ് ചെയ്ത് ലൈറ്റായിട്ടൊരു സോങ്ങൊക്കെ പ്ലേ ചെയ്ത് വളരെ സമാധാനത്തിൽ അവിടെ ഇരിക്കണ സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതങ്ങനെ വന്നിരുന്ന് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പണ്ട് ആരോ പറയാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരിക്കാൻ ശ്രമിക്കാൻ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ഇഷ്ടം പോലെ സ്പെഷ്യൽ ബിയേഴ്സ് അവൈലബിൾ ആണ് ഗഡൻസ്കിൽ. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഫുട്ബോളിലെ ഫൈനൽ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം കിട്ടില്ല റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയത്. പക്ഷേ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഇത്തിരി അടിപൊളിയായിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെ ഭയങ്കര സൂപ്പർ എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ അല്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ഡിഷാണ് ഈ കാണുന്നത്. ആകെ 34 സ്ലോട്ടിയാണത്. ഒരു സ്ലോട്ടി എന്ന് പറഞ്ഞാൽ നിയർലി 20-25 സെൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു അറൗണ്ട് 9 യൂറോ. ഈ 9 യൂറോ എന്ന് പറയുന്നത് അത്ര വലിയ പൈസ അല്ല. എസ്പെഷ്യലി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇത്രയും അടിപൊളി റെസ്റ്റോറൻറ്റ്, അതും റിവർ സൈഡിൽ തന്നെ. എന്നുവെച്ചാൽ ആ സിറ്റിയുടെ എന്താ പറയുക ഹൃദയഭാഗത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് മൊട്ട്ലാവ റിവറിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല ആംബിയൻസ്, എസ്പെഷ്യലി ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ അവർ പ്ലേ ചെയ്യണ സോങ്സ്, അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന രീതി, നമ്മൾ ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ആലോചിക്കും എന്ത് ഭംഗിയാണ്, ഒന്ന് ഇവിടെ കയറിയിരുന്നെങ്കില, അല്ലെങ്കിൽ ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്നിരുന്നെങ്കില എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന പോലെയാണ് ഓരോ സ്ഥലങ്ങളും അവർ റെഡിയാക്കിയിട്ടേക്കണത്. ഇപ്പോൾ അറൗണ്ട് ഒരു 2 മണിയായിട്ടുണ്ടാവും വെളുപ്പിന്, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. പക്ഷേ നൈറ്റ് ക്ലബ്സും പബ്ബുകളൊക്കെ ഫുൾ ഓണാണ്. അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഫുള്ള് തിരക്കും ബഹളങ്ങളൊക്കെ നാളെ നേരം വെളുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബൈ.